ഒരു ഹായ് മെസ്സേജിൽ തുടക്കം, പിന്നെ പരിചയപ്പെടൽ, ചിത്രങ്ങൾ അയച്ചു കൊടുത്ത സൗഹൃദം, വലയിലായെന്ന് ഉറപ്പായാൽ നഗ്നചിത്രങ്ങൾ ചോദിച്ചു വാങ്ങും, പിന്നാലെ ഭീഷണിയിലൂടെ പണം തട്ടലും. ഇതാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായ ടാറ്റു ബിബിന്റെ രീതി. സ്നാപ്ചാറ്റിൽ 15-കാരിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് കൊല്ലം സ്വദേശി ബിബിൻ പിടിയിലായത്. പെൺകുട്ടികളെ വലയിലാക്കാനായി തൻ്റെ വിവിധ തരത്തിലുള്ള ആകർഷകമായ ചിത്രങ്ങളും ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങൾ അരിച്ചുപെറുക്കി സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടെത്തും. പിന്നെ ഒരു ഹായ് മെസ്സേജിൽ തുടക്കം. പരിചയപ്പെടൽ സൗഹൃദമായി വളരുന്നതോടെ ചിത്രങ്ങൾ അയച്ചുകൊടുത്ത് അടുപ്പം വർദ്ധിപ്പിക്കും. ആദ്യം നന്നായി സംസാരിക്കും, പിന്നെ ലൈംഗിക ആവശ്യം അറിയിക്കും. നഗ്നചിത്രങ്ങൾ അയച്ചു തരാൻ ആവശ്യപ്പെടും. പിന്നീട് ഫോട്ടോ വെച്ച് വിലപേശും. എറണാകുളത്ത് ടാറ്റു ആർട്ടിസ്റ്റായ കൊല്ലം പടയണിപ്പാറ സ്വദേശി ബിബിന്റെ രീതി ഇങ്ങനെയായിരുന്നു. കേരളത്തിൽ പലയിടത്തായി നിരവധി പെൺകുട്ടികൾ ബിബിന്റെ വലയിൽപ്പെട്ടതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. തന്നെ തിരിച്ചറിയാതിരിക്കാൻ സാങ്കേതികവിദ്യയുടെ എല്ലാ പഴുതും പ്രതി പ്രയോഗിച്ചെങ്കിലും സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഇയാളെ വലയിലാക്കുകയായിരുന്നു. പാലക്കാടുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് ബിപിൻ പിടിയിലായത്. പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ നിരവധി പേർക്ക് അയച്ചുകൊടുത്ത് ഇയാൾ പണം വാങ്ങിയെന്ന് പോലീസ് കണ്ടെത്തി. സ്നാപ്ചാറ്റ് വഴി പരിചയം സ്ഥാപിച്ചാണ് പ്രതി നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുകയായിരുന്നു. പെൺകുട്ടിയും ഇയാളും ഒരിക്കലും നേരിൽ കണ്ടിരുന്നില്ല. സമാന രീതിയിൽ കോഴിക്കോട് തേഞ്ഞിപ്പലത്തും പ്രതിക്കെതിരെ കേസ് നിലവിലുണ്ട്. ശരീരത്തിൽ ടാറ്റു പതിക്കുന്ന ജോലി ചെയ്യുന്ന ബിപിൻ കോസ്മെറ്റിക് സയൻസിൽ ബിരുദത്തിന് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളെ വലയിലാക്കാനായി തന്റെ വിവിധ തരത്തിലുള്ള ആകർഷകമായ ചിത്രങ്ങളും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ബിപിന്റെ കൂടുതൽ ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 പാലക്കാട്.